ഇനി നിസ്കാരത്തിൻ്റെ റുക്നുകളാണ്. നിസ്കാരത്തിലെ റുക്നുകൾ 14 കാര്യങ്ങളാണ്. നിസ്കാരത്തിലെ ഒന്നാമത്തെ റുക്ൻ നിസ്കാരത്തിൽ നിൽക്കുക എന്നതാണ്. ഫർദ് നിസ്കാരങ്ങളിൽ നിൽക്കുക എന്നത് റുക്നാണ്. രണ്ടാമത്തെ കാര്യം നിസ്കാരത്തിൻ്റെ ആദ്യത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. മൂന്നാമത്തെ കാര്യം ഫാത്തിഹ പാരായണം ചെയ്യണം. അത് റുക്നാണ്. ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. നാലാമത്തെ കാര്യം ഓരോ റക്അത്തിലും റുകൂഅ് ചെയ്യുക എന്നത് റുക്നാണ്. അഞ്ചാമത്തെ കാര്യം റുകൂഇൽ നിന്ന് ഉയരുക എന്നത് റുക്നാണ്. ഒരാൾ റുകൂഇൽ തന്നെ നിന്നിട്ട് ഇഅ്തിദാലിന്റെ പ്രാർത്ഥനയും ചൊല്ലി സുജൂദിൽ പോയാലോ നിസ്കാരം ശരിയായിട്ടില്ല, അവന് റുക്നാണ് ഉപേക്ഷിച്ച് നിസ്കാരം ബാത്തിലാണ്. ആറാമത്തെ കാര്യം റുകൂഇൽ നിന്ന് ഉയർന്നതിന് ശേഷം നേരെ നിൽക്കുക. ഏഴാമത്തെ കാര്യം സുജൂദിലേക്ക് പോകുക. എട്ടാമത്തെ കാര്യം സുജൂദിൽ നിന്ന് ഉയരുക. അതോടൊപ്പം സുജൂദിനിടയിലുള്ള ഇരുത്തം ഇരിക്കുക. അത് എട്ടാമത്തെ കാര്യമാണ്. സുജൂദിൽ ഉയരുകയും ഇരിക്കുകയും ചെയ്യുക. ഒൻപതാമത്തെ കാര്യം ഈ പറഞ്ഞ സ്തംഭങ്ങളെല്ലാം ത്വമഅനീനത്തോടുകൂടി ചെയ്യുക, അടക്കത്തോടുകൂടി ചെയ്യുക. കോഴി കൊത്തുന്നത് പോലെ ഒരു റുക്ൻ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അടുത്ത റുക്നിലേക്ക് ചാടരുത്. പത്താമത്തെ കാര്യം അത്തശഹുദുൽ അഖീർ, അവസാനത്തെ തശഹുദ് റുക്നാണ്. അവസാനത്തെ തശഹുദ് 4 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ അവസാനത്തെ റക്അത്തിലും 2 റക്അത്തുള്ള നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലുമുള്ള തശഹുദ്, അതുപോലെ മഗ്രിബിൽ 3-ാമത്തെ റക്അത്തിലുള്ള തശഹുദ് റുക്നാണ്. 11-ാമത്തെ കാര്യം ഈ പറഞ്ഞ തശഹുദിനു വേണ്ടിയും സലാം വീട്ടുന്നതിനു വേണ്ടിയും ഇരിക്കണം, ഇരുന്നു കൊണ്ട് തശഹുദ് നിർവഹിക്കണം. 12-ാമത്തെ കാര്യം അവസാനത്തെ തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. 13-ാമത്തെ കാര്യം സലാം വീട്ടുക എന്നതാണ്. അതിൽ തന്നെ ആദ്യത്തെ സലാമാണ് റുക്നായിട്ടുള്ളത്, രണ്ടാമത്തേത് സുന്നത്താണ്. 14-ാമത്തെ കാര്യം ഈ പറഞ്ഞതെല്ലാം ക്രമത്തിൽ ചെയ്യുക എന്നതാണ്. ഒരാൾ ആദ്യം സുജൂദ് ചെയ്ത് പിന്നെ റുക്കു ചെയ്താലും നിസ്കാരം ശരിയായിട്ടില്ല. 14 കാര്യങ്ങൾ നമ്മൾ റുക്നുകളായി പറഞ്ഞു.